ഒരാൾ കസ്റ്റഡിയിലാണോ എന്നൊരു സൂചന പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. കാരണം നേരത്തെ ഈ നാട്ടുകാർക്ക് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ ജോലിക്കുണ്ടായിരുന്നു. അയാളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ സംശയങ്ങളായിട്ട് നാട്ടുകാർ പ്രാഥമിക ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അയാൾ തന്നെയാണോ കസ്റ്റഡിയിലുള്ളത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഉള്ളത് എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരണം. എന്തായാലും വിശദമായ അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോൾ ഈ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് നിന്നാണ് ഒരാൾ സംസാരിച്ചത്. അദ്ദേഹം മൃതദേഹങ്ങൾ കണ്ടിരിക്കാം എന്ന് കരുതുന്നു. അദ്ദേഹം പറഞ്ഞത് മുഖം ഒക്കെ വികൃതമാക്കപ്പെട്ട നിലയിലാണ്. ഈ വീടിന്റെ പരിസരത്ത് നേരത്തെ ഷിനോജ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ നായ്ക്കൾ 2 എണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് അതിൽ നേരത്തെ ചത്തുപോയി, പക്ഷേ ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു പക്ഷേ ഒരു അനക്കവുമില്ലാതെ അവിടെ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സംശയങ്ങൾ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. ആ കസ്റ്റഡിയിലാക്ക് ഇയാൾക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ കൃത്യമായിട്ട് എന്നറിയില്ല. പക്ഷേ നേരത്തെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ കാര്യം അവിടെ ഒരു അന്യസംസ്ഥാനക്കാരനായ ഒരു ബംഗാൾ സ്വദേശിയായ വ്യക്തി ജോലിക്ക് നിന്നിരുന്നു. ആ ജോലിക്ക് നിന്ന ആളെ പിന്നീട് അവിടുന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പോലീസാണ് ഇനി കൃത്യമായ വിവരങ്ങളിലേക്ക് പോകേണ്ടത്.